ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ആളാണെന്ന് പറയുന്നത് വളരെ ശരിയാണ്. സുഹൃത്തുക്കൾക്ക് അറിയാത്തതായി ഒന്നുമില്ല. നമ്മുടെ എല്ലാ വീക്ക്നെസ്സും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെ എങ്ങനെ തകർക്കണമെന്ന് ചിന്തിക്കാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബാലപീഡനവുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടെന്ന പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ടെസ്ല CEO ഇലോൺ മസ്ക് വെറുതെ ഇരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കിയെങ്കിലും US പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന പോളാണ് മസ്ക് എക്സിൽ നടത്തിയത്. രാജ്യത്തെ 80% ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിക്കാൻ സമയമായോ എന്നുള്ള മസ്കിന്റെ ചോദ്യത്തിന് 100 മില്യൺ വ്യൂസ് കിട്ടിയെങ്കിലും 56 ലക്ഷം പേരാണ് ഓൺലൈൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80% ആളുകളും പുതിയ പാർട്ടി വേണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. ജനങ്ങൾ സംസാരിച്ചു. രാജ്യത്തെ 80% ആളുകളെയും പ്രതിനിധീകരിക്കാൻ അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണെന്ന് 80% പേരും ശരിവെച്ചു. അത് വിധിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പുതിയ പാർട്ടിക്ക് അമേരിക്ക പാർട്ടി എന്ന് പേരിടുകയും ചെയ്തു. ഓൺലൈൻ പോൾ നടത്തിയതിൽ ട്രംപിന് അനിഷ്ടമുണ്ടെങ്കിലും തൽക്കാലം കുറുക്കിക്കൊള്ളുന്ന പ്രസ്താവനകൾക്കൊന്നും മുതിർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നവംബർ 26-ന് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സെനറ്റിലും കോൺഗ്രസിലും 5 മുതൽ 10% വോട്ട് വ്യതിയാനം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ട്രംപ് തൽക്കാലം മൗനം പാലിക്കും. മൂന്നാം പാർട്ടികൾ പരാജയപ്പെടുമെന്നാണ് ചരിത്രം മുന്നറിയിപ്പ് നൽകുന്നതെന്ന് മസ്ക് പറയുന്നുണ്ട്. പക്ഷേ സാങ്കേതിക വിദ്യ രാഷ്ട്രീയത്തെ ജനാധിപത്യവൽക്കരിച്ചുവെന്നും മസ്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇരുവരെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചില്ലെങ്കിലും വെടിനിർത്തൽ ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥർ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇരുവരും പരസ്പരം ദുർബല വശങ്ങൾ നോക്കി ചെറു ഭീഷണികൾ മുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നുമൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ആവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം തന്റെ നീക്കത്തിൽ മസ്ക് ചെറിയൊരു അയവ് വരുത്തുന്നു എന്നതിന്റെ സൂചനയാണ് പോസ്റ്റ് പിൻവലിക്കലിന് പുറകിലുള്ളതെന്നും ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. അതേസമയം ട്രംപുമായി അനുരഞ്ജനത്തിലെത്തണമെന്ന അമേരിക്കൻ ഫണ്ട് മാനേജർ ബിൽ അക്മാന്റെ അഭ്യർത്ഥനയോട് മസ്ക് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. രണ്ടായി കഴിയുന്നതിനേക്കാൾ ഒന്നിച്ചിരിക്കുന്നതാണ് കരുത്തെന്ന അക്മാന്റെ പോസ്റ്റിനോട് താങ്കൾ പറയുന്നത് തെറ്റല്ല എന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം. മസ്കിനെതിരെയുള്ള പരസ്യ വിമർശനം പ്രസിഡന്റ് ഒഴിവാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വൈറ്റ് ഹൗസിലെ സഹായികളും ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇലോൺ തനിക്കെതിരെ തിരിയുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ അദ്ദേഹം അത് മാസങ്ങൾക്ക് മുൻപേ ചെയ്യണമെന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം. ജയിലിൽ കഴിയുമ്പോൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ച കൊടും കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ ബാലപീഡന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മസ്ക് വെളിപ്പെടുത്തിയത്. സംഭവം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇലോൺ മസ്കിന്റെ ആരോപണത്തിന് പിന്നാലെ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് FBI-യോടും നീതിന്യായ വകുപ്പിനോടും ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന വാദത്തെ അനുകൂലിച്ച മസ്ക് JD വാൻസിനെ പ്രസിഡന്റ് ആക്കണമെന്നും പറയുകയുണ്ടായി.